എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ഒരു ഒന്നൊന്നര തിരിച്ചുവരവാണ് അല്ലേ? വലിയൊരു ഇടിവിന് ശേഷം മാർക്കറ്റ് ശരവേഗത്തിൽ തിരിച്ചു കയറി. ഇത് ഒരേ സമയം ആവേശവും എന്നാൽ കുറച്ച് ആശങ്കയും എല്ലാവരിലും ഉണ്ടാക്കുന്നുണ്ട്. അതെ, ഇപ്പോ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരേയൊരു ചോദ്യം ഇതാണ്: ഈ കാണുന്ന കയറ്റം ശരിക്കും ഒരു റിക്കവറിയാണോ, അതോ നമ്മളെ പൂട്ടാനുള്ള ഒരു ക്ലാസിക് ബുൾ ട്രാപ്പാണോ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം. അപ്പോൾ നമ്മൾ കാണുന്നതുപോലെ മാർക്കറ്റ് ശരിക്കും ഒരു വഴിത്തിരിവിലാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കൽ സപ്പോർട്ട് സോണിൽ നിന്ന് ബൗൺസ് ചെയ്ത് ഇനി എങ്ങോട്ടെന്ന് ആർക്കും ഉറപ്പില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുവാണ്. നിഫ്റ്റി ചാർട്ടിലുണ്ടായ ഈ ഒരു പാറ്റേൺ കണ്ടോ? ഇതിനെ ടെക്നിക്കൽ ഭാഷയിൽ ബുള്ളിഷ് പിയേഴ്സിംഗ് ക്യാൻഡിൽ എന്നൊക്കെ പറയും. സിമ്പിളായി പറഞ്ഞാൽ ഇതൊരു നല്ല സ്ട്രോങ് റിവേഴ്സൽ സിഗ്നലാണ്. അതിലും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ഇത് വന്നിരിക്കുന്നത് വെറുതെ എവിടെയുമല്ല, മാർക്കറ്റിന് ചരിത്രപരമായി നല്ല സപ്പോർട്ട് കിട്ടിയ ഒരു ലെവലിലാണ്. അപ്പോൾ പിന്നെ ഇതിന്റെ പവർ ഇരട്ടിയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ബുള്ളുകളുടെ ഭാഗം കേൾക്കാം. എന്തൊക്കെയാണ് ഈ ശുഭപ്രതീക്ഷയ്ക്ക് പിന്നിലെ കാരണങ്ങളെന്ന് നോക്കാം. അപ്പോൾ നോക്കൂ, മാർക്കറ്റ് മുകളിലേക്ക് പോകും എന്ന് വിശ്വസിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ശക്തമായ ടെക്നിക്കൽ സിഗ്നൽ. പിന്നെ US-ഇന്ത്യ താരിഫ് ഡീലിൽ നല്ല പുരോഗതിയുണ്ട്. അതുപോലെ ഗ്ലോബൽ മാർക്കറ്റും സപ്പോർട്ടീവാണ്. എണ്ണവില കുറയുന്നു, US മാർക്കറ്റുകൾ സ്ട്രോങ് ആണ്. ഇതിനെല്ലാം ഉപരി ഓപ്ഷൻസ് ഡേറ്റ നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ്: ഒരുപാട് പുട്ട് റൈറ്റിംഗ് നടക്കുന്നുണ്ട്. സിമ്പിളായി പറഞ്ഞാൽ മാർക്കറ്റ് ഒരു ലെവലിന് താഴെ പോകില്ലെന്ന് വലിയൊരു വിഭാഗം ട്രേഡർമാർ ബെറ്റുവെച്ചിരിക്കുകയാണ്. ശരി, ഇനി നമുക്ക് മറുവശം കൂടി നോക്കാം. കാര്യങ്ങൾ അത്ര ശുഭകരമല്ല എന്ന് പറയുന്നവരുടെ വാദങ്ങൾ, അതായത് ബേറിഷ് സൈഡ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഇവിടെയാണ് ശരിക്കും കളി. ഇതൊരു ക്ലാസിക് വടംവലിയാണ്. ഒരു വശത്ത് US-ഇന്ത്യ ഡീലിന്റെ നല്ല വാർത്ത വരുമ്പോൾ മറുവശത്ത് ഇറാനുമായുള്ള പ്രശ്നങ്ങൾ തലപൊക്കുന്നു. നമ്മുടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് DIIകൾ മാർക്കറ്റിൽ വിശ്വസിച്ച് വാങ്ങിക്കൂട്ടുമ്പോൾ വിദേശ നിക്ഷേപകർ FIIകൾ യാതൊരു ദയയുമില്ലാതെ വിറ്റൊഴിയുന്നു. കണ്ടില്ലേ, ഓരോ പോസിറ്റീവിനും ഒരു നെഗറ്റീവ്. അപ്പോൾ ഈ FIIകൾ ആരാണെന്നറിയാത്തവർക്കായി പെട്ടെന്നൊരു വാക്ക്: വിദേശത്തു നിന്നുള്ള വലിയ ഇൻവെസ്റ്റ്മെന്റ് സ്ഥാപനങ്ങളാണിവർ. ഇവരുടെ കയ്യിൽ വലിയ പണമുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാൻ ഇവർക്ക് കഴിയും. പലരും ഇവരെ സ്മാർട്ട് മണി എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ നീക്കങ്ങൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഈ ചാർട്ടിലേക്കൊന്ന് നോക്കിയേ, കഥ വ്യക്തമാണ്. FIIകൾ ഏകദേശം 9,300 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തിയപ്പോൾ നമ്മുടെ DIIകൾ ഏതാണ്ട് 8,500 കോടിയുടെ ബൈയിങ് നടത്തി അതിനെ പ്രതിരോധിച്ചു. അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധം തന്നെയാണ് നടക്കുന്നത്. ഈ യുദ്ധത്തിൽ ആരാണ് ജയിക്കുന്നത്? അതായിരിക്കും മാർക്കറ്റിന്റെ അടുത്ത ദിശ. ശരി, അപ്പോൾ ഈ യുദ്ധം നടക്കുന്ന പ്രധാന പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അനലിസ്റ്റുകൾ കണ്ണും നട്ടിരിക്കുന്ന ആ പ്രധാന ലെവലുകൾ. അതെ, ഈ ബഹളമെല്ലാം അവസാനം ചെന്നെത്തുന്നത് ചാർട്ടിലെ ഈ കുറച്ച് നമ്പറുകളിലാണ്. ഈ ലെവലുകളാണ് ഇനി മാർക്കറ്റിന്റെ വിധി നിർണ്ണയിക്കാൻ പോകുന്നത്. ആദ്യത്തെ കടമ്പ 23,500. ഇതൊരു സൈക്കോളജിക്കൽ ലെവൽ കൂടിയാണ്. ഇത് കടന്നാൽ മാത്രമേ ബുള്ളുകൾക്കൊന്ന് ശ്വാസം വിടാൻ പറ്റൂ. പക്ഷേ യഥാർത്ഥ കളി നടക്കുന്നത് 23,800-ലാണ്. ഓർക്കണം, ഇടിവിനു മുൻപ് മാർക്കറ്റിനെ താങ്ങി നിർത്തിയിരുന്ന ശക്തമായൊരു സപ്പോർട്ടായിരുന്നു ഇത്. ഇപ്പോൾ അത് തിരിഞ്ഞൊരു വൻമതിൽ പോലെ റെസിസ്റ്റൻസായി മാറിയിരിക്കുകയാണ്. അത് ബ്രേക്ക് ചെയ്യുക എന്നത് ബുള്ളുകൾക്കൊരു വലിയ വെല്ലുവിളി തന്നെയായിരിക്കും. ഇനി ഒരു അനലിസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്: ഈ റാലിക്ക് പരമാവധി പോകാൻ പറ്റുന്നൊരു ലെവൽ 24,600 അവിടെ എത്തിയാൽ പിന്നെ ഒന്നും നോക്കാനില്ല, കയ്യിലുള്ളതെല്ലാം വിറ്റ് മാറി നിൽക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരുപക്ഷേ ഇതായിരിക്കാം ബുള്ളുകളുടെ അൾട്ടിമേറ്റ് ടാർഗറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കൺഫ്യൂഷനുള്ള ഈയൊരു സാഹചര്യത്തിൽ എക്സ്പേർട്സ് എന്ത് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്? അവരുടെ ഗെയിം പ്ലാൻ എന്താണെന്ന് നോക്കാം. ഓപ്ഷൻ മാർക്കറ്റിലെ ഈ ഡാറ്റ കണ്ടാൽ തല കറങ്ങും. FIIകൾ ഒരു വശത്ത് മാർക്കറ്റ് കയറും എന്ന് പറഞ്ഞ് കോൾസ് വാങ്ങിക്കൂട്ടുന്നു. അതേസമയം പ്രൊഫഷണൽ ട്രേഡർമാരും റീറ്റെയിൽ ക്ലയൻസും മാർക്കറ്റ് താഴെ പോകുമെന്ന് പറഞ്ഞ് അതിന് നേരെ വിപരീതമായ പൊസിഷൻ എടുക്കുന്നു. കണ്ടില്ലേ, ആർക്കും ഒരു എത്തും പിടിയുമില്ല. അപ്പോൾ ഒരു വിദഗ്ധന്റെ അഭിപ്രായം ഇങ്ങനെയാണ്: ചെറിയൊരു കയറ്റത്തിന് സാധ്യതയുണ്ട്, അതുകൊണ്ട് ലോങ് പൊസിഷൻ എടുക്കാം. പക്ഷേ 23,800 എത്തിയാൽ ഞാൻ സൂക്ഷിക്കും. അതായത് ചെറിയൊരു ലാഭത്തിന് സാധ്യതയുണ്ട്, പക്ഷേ വലിയ റിസ്ക് എടുക്കാൻ തയ്യാറല്ല. വേറൊരാൾ പറയുന്നത് കേൾക്കൂ: സത്യം പറഞ്ഞാൽ ഇവിടെ ലോങ് എടുക്കാനും എനിക്ക് ധൈര്യമില്ല, ഷോർട്ട് എടുക്കാനും ധൈര്യമില്ല. കാരണം വോളാറ്റിലിറ്റി അത്ര കൂടുതലാണ്, റിസ്ക്കും റിവാർഡും ഒട്ടും അനുകൂലമല്ലാത്തൊരവസ്ഥ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമന്റ് ഇതാണ്. ഒരു എക്സ്പേർട്ട് പറയുന്നു: ഞാൻ നാളെ ഒരു പുതിയ ട്രേഡും എടുക്കാൻ പോകുന്നില്ല. ഞാൻ വെറുതെ മാറിയിരുന്ന് ലോകം എന്തു ചെയ്യുന്നു എന്ന് നോക്കിക്കാണാൻ പോവുകയാണ്. ചില സമയങ്ങളിൽ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കൺഫ്യൂസിംഗ് മാർക്കറ്റിൽ,
ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല സ്ട്രാറ്റജി എന്ന് പറയുന്നത് പോലെ. അപ്പോൾ നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്: എക്സ്പേർട്സ് പോലും രണ്ടായി തിരിഞ്ഞു നിൽക്കുമ്പോൾ ഒരു ട്രേഡും എടുക്കാതെ മാറി നിൽക്കുന്നതാണോ ഏറ്റവും ബുദ്ധിയുള്ള നീക്കം? ചിന്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ശ്രദ്ധയോടെ മാത്രം തീരുമാനങ്ങൾ എടുക്കുക. നമുക്ക് അടുത്ത തവണ കാണാം.